ഹലോ ഐഡിയേഴ്സ്. യെസ്, നമ്മുടെ ഒരു എക്സാമിൻ്റെ മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആ സമയത്ത് കുറേ പേർക്ക് ഉള്ള ഡൗട്ടാണ്, സാറേ ഈ ചാപ്റ്റർ എക്സാമിന് പഠിക്കണോ, സാറേ ആ ചാപ്റ്റർ ഉണ്ടോ, കെമിക്കൽ കൈനറ്റിക്സ് പഠിക്കണോ, സ്ട്രക്ചർ ഓഫ് ആറ്റ് ആദ്യത്തെ ചാപ്റ്റർ അല്ലേ, അത് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമോ എന്നുള്ള ഒരു നൂറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്, നിങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ അതിനുള്ളൊരു ആൻസറാണ് ഈ വീഡിയോ. നമ്മൾ പെട്ടെന്ന് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നാൽ നിങ്ങൾ ഇത് പ്രകാരം ഞാനിനി പറയാൻ പോകുന്ന ആ ഒരു ഓർഡറിൽ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് കീറി മുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് എന്നല്ല, നമ്മുടെ മെയിൻ എക്സാമിന് തന്നെ എന്താണ് ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് എക്സാം പേപ്പർ എങ്ങനെ വരാം എന്നുള്ള ഒരു കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. സാധാരണ ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത്, അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെ വരുമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് യെസ് ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാൻ ആദ്യം അത് ക്ലിയർ ആക്കി തരാം. നമുക്ക് 6 ചാപ്റ്ററാണ് എന്തുള്ളത് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത്. പേടിക്കണ്ട. അപ്പോൾ ചിന്തിക്കും, സാറേ അയ്യോ അമ്മേ 6 ചാപ്റ്റർ പഠിക്കാനുണ്ടോ, ഞാനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ, 6 പഠിച്ചെത്തുമെന്നൊന്നും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഇതാ നമ്മൾ സെറ്റാക്കി തരാൻ പോവാണ്. അതിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ഒരു 9ാം ക്ലാസ്സിലെ മുർഷിദ് സാറിൻ്റെ കെമിസ്ട്രി സാറിനെ ഇഷ്ടപ്പെടുന്ന മക്കൾ ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ എന്താ മക്കളെ? യെസ്, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന, ഞാൻ തന്നെ നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുള്ള നമ്മളെ യൂട്യൂബിൽ 2 പാർട്ടായിട്ട് ഉഷാറായിട്ട് കിടക്കുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾ ആദ്യം വൃത്തിക്കാണ് പഠിച്ചു വെക്കുക. എന്താ സാറേ അത് പറയാൻ കാരണം? എടാ, നമ്മൾ ഓണപരീക്ഷ സമയത്ത് ഈ ചാപ്റ്റർ ചെറുതായിട്ടൊന്ന് പഠിച്ചിരുന്നു അല്ലേ, അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചിട്ടാണ് പോയത് അല്ലേ. എന്നാൽ അത്രയധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ഈ എക്സാമിന് ഇതിൽ നിന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം, അതങ്ങ് പഠിച്ചു മാറ്റുക. ദെൻ നിങ്ങൾ പോകേണ്ടത് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലേക്കാണ് അല്ലേ. റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ. ഇനി മലയാളം മീഡിയംകാർ പരിഭവം പറയേണ്ട, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ രാസബന്ധനം. ഓക്കെ, ഇനി റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ യെസ് റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ. ആ ചാപ്റ്റർ നിങ്ങൾ അടിമുടി ഉഷാറായിട്ട് ഒന്നും വിടാതെ പഠിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 4ാമത്തെ ചാപ്റ്ററിനാണ്. മാത്രമല്ല 5ാമത്തെ ചാപ്റ്ററിനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കെമിക്കൽ കൈനറ്റിക്സ്, രാസഗതികം എന്നുള്ള ചാപ്റ്ററാണത്. ഓക്കെ, സോ നിങ്ങൾ ഈ 3 ചാപ്റ്റർ പഠിച്ചു വെച്ചാൽ ദെൻ നിങ്ങൾ പോകേണ്ടത് എങ്ങോട്ടാണ്, സൊല്യൂഷൻസിലേക്കാണ്, അഥവാ ലായനികൾ. ഓക്കെ, ഞാൻ മലയാളം കൂടെ എഴുതി വെക്കാം, ലായനികൾ. ഓക്കെ അല്ലേ. സോ നിങ്ങൾ ഈ ഓർഡർ കീപ്പ് ചെയ്യുക. ഓക്കെ, ഓർഡർ കീപ്പ് ചെയ്യുക. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അപ്പോൾ പഠിക്കുമ്പോൾ നമുക്കൊരു രസം ഉണ്ടായിരിക്കും അല്ലേ. അതിനാണ് ആദ്യം ആ ചാപ്റ്റർ പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ വെയിറ്റേജ് വരെ ചോദിച്ച മക്കളെ നിങ്ങൾ നോക്കണം, ഈ 3 ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവുക. അതായത് ഏറ്റവും കൂടുതൽ ഒരു 20 മാർക്ക് അല്ലെങ്കിൽ ഒരു 25 മാർക്കോളം ചോദിക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ നമുക്ക് 30 മാർക്ക് തന്നെ പറയാം, ഒരു 30 മാർക്കോളം 25 മുതൽ 30 മാർക്കോളം ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഈ 3 ചാപ്റ്ററുകളിൽ നിന്നാണ്. ഏതാണ്? റിഡോക്സ് റിയാക്ഷൻസ്, കെമിക്കൽ കൈനറ്റിക്സ്, സൊല്യൂഷൻസ്. റിഡോക്സ് രാസപ്രവർത്തനങ്ങൾ, രാസഗതികം, ലായനികൾ. സോ ഈ 3 ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, വൃത്തിക്ക് ഒന്നും വിടാതെ നമ്മൾ ഇനി ഞാൻ ഒരിക്കലും ഈ ചാപ്റ്റേഴ്സ് പഠിക്കൂല എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അടിമുടി A to Z പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് എന്നുള്ളതാണ്. വേണമെങ്കിൽ അത് ആദ്യം പഠിച്ചോ, കുഴപ്പമില്ല. കാരണം എന്താണ്, നമുക്ക് പഠിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവും, ഒരു കണ്ടിന്യൂഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇതാ, ഈ മാർക്ക് ചെയ്ത 4, 5, 6 എന്നുള്ള ചാപ്റ്റേഴ്സാണ്. ദെൻ നിങ്ങൾ 3ലേക്ക് പോവുക. അത് കഴിഞ്ഞാൽ മാത്രം എൻ്റെ മക്കളെ എങ്ങോട്ടേക്ക് പോവുക, യെസ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന 2ാമത്തെ ചാപ്റ്ററും സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ഈ ചാപ്റ്ററും. സോ അത് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഓണം എക്സാമിന്, ഫസ്റ്റ് ടൈം എക്സാമിന് ചോദിച്ചിരുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നായിരുന്നു. എന്നാലും ക്വസ്റ്റ്യൻ വരില്ല എന്നൊന്നും പറയുന്നില്ല, വരും. ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, പക്ഷേ കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഒരാൾ ഇത് പഠിച്ചു പോയില്ല, അയ്യോ സാറേ എനിക്ക് ഇതൊക്കെ കൂടെ പഠിച്ചെത്തൂല, ഇത് ഞാൻ ഇനി നോക്കാൻ എനിക്ക് പറ്റുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അഥവാ നമുക്കൊരു 56 മാർക്കോളം നമ്മുടെ പേപ്പറിലുണ്ടാവും. നമ്മളെ പരീക്ഷ എത്രയാണ് മക്കളെ? 40-ലാണ് അല്ലേ. സോ ഒരു 10, 15 അല്ലെങ്കിൽ ഒരു 16 മാർക്കോളം നമുക്ക് എക്സ്ട്രാ ഉണ്ടായിരിക്കും. പ്രശ്നം തീർന്നില്ലേ? ആ ഒരു 6 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് നിന്ന് മേക്കപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ഓർഡറിൽ പഠിച്ചു വെക്കുക. എൻ്റെ മക്കൾ ആദ്യം പോയി പഠിക്കേണ്ടത് റിഡോക്സ് റിയാക്ഷൻസ് ആണ്, അത് കഴിഞ്ഞാൽ കെമിക്കൽ കൈനറ്റിക്സ് ആണ്, അതും കഴിഞ്ഞാൽ സൊല്യൂഷൻസ് ആണ്, അത് കഴിഞ്ഞിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിലേക്ക് വരാം.
പിന്നെ സമയമുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഈ 2 ചാപ്റ്ററും കൂടെ പഠിച്ചു വെച്ചാൽ വൃത്തിയായി. ഇതാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ. സോ ഈ രീതിയിൽ മക്കൾ പഠിച്ചു വെക്കുക. നമ്മുടെ എല്ലാ ചാപ്റ്ററിൻ്റെയും ലൈവുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. മാത്രമല്ല ഇതിൽ പറയുന്ന പല ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ഞാൻ തന്നെ ഇതിലുള്ള 2-3 ചാപ്റ്ററൊക്കെ എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ വേണമെങ്കിൽ അതൊക്കെ പോയി കാണുക, പൊടി തട്ടിയെടുക്കുക, ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക. മക്കളെ നമ്മൾ ഉഷാറാക്കും, നമ്മൾ എഴുതിയെടുക്കും. നമ്മൾ എഴുതിയെടുത്തില്ലെങ്കിൽ പിന്നെ ആരെ എഴുതിയെടുക്കാനാണ്. സോ ആ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെ പേടിച്ച് നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക കുറേ കൺസേൺസ് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ നിൽക്കും. മനുഷ്യന്മാരാണ്, സ്വാഭാവികമാണ്. സോ അതൊന്നും വേണ്ട. എൻ്റെ മക്കൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് തുടക്കത്തിൽ ചിലപ്പോൾ മേ ബി ഒരു അരമണിക്കൂർ ഇരിക്കാനോ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇതൊരു മനസ്സിൽ വെക്കുക, ഇത് ഓർത്ത് വെക്കുക, ഇത്തരത്തിൽ പഠിച്ചു വെക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഗുഡ് ബൈ.